ഹലോ, നമസ്കാരം. ഇത് കണ്ടോ, ഇതെന്താണെന്നല്ലേ? ഇതെനിക്ക് കിട്ടിയൊരു മൊമെൻ്റോ ആണ്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അത് പറയാനല്ല ഞാൻ വന്നത്. ഇത് നവമാധ്യമ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു മീറ്റപ്പ്, നിറവ് 2025 എന്ന പേരിൽ കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ ഒക്ടോബർ 26 ഞായറാഴ്ച നടന്നതാണ്. അപ്പം എന്നെ അവിടെ ക്ഷണിച്ചിരുന്നു. എന്നെ ക്ഷണിച്ചത് എൻ്റെ ഫ്രണ്ടായ സൗമ്യ കട്ടപ്പനയാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ എനിക്ക് കിട്ടിയ സ്നേഹ ആദരവാണിത്, ഈ മൊമെൻ്റ്. സോ ഒരുപാട് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ലഭിച്ചതാണ്. ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട് ഇതിൽ. ഈ നിറവ് 2025 നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ സ്വീകരിച്ചത്. ഇതെന്നും എന്നോടൊപ്പം എൻ്റെ റൂമിൽ എൻ്റെ മരണം വരെ ഉണ്ടാകും. സോ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കൊരു അവാർഡ് കിട്ടിയതിന് തുല്യമാണിത്. അപ്പോൾ ഇതെനിക്ക് നൽകിയത് സൂര്യലാൽ കട്ടപ്പന. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും ആർട്ടിസ്റ്റും ഒക്കെയാണ്. പിന്നെ അവിടെ വിശിഷ്ട അതിഥികൾ ലിസ്റ്റിൽ വേറെയും ആൾക്കാരുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ സാർ, അദ്ദേഹം ഉണ്ടായിരുന്നു. ജിതേഷ് ജി ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാമൂഹ്യ നല്ലൊരു കർഷക, നമുക്കെല്ലാം അറിയാം, റീലൊക്കെ കാണുന്നവർക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ബിൻസി മാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ദേവനന്ദ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേരെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്, സോ സോറി. അപ്പോൾ അവരുടെ എല്ലാം ബ്ലെസ്സിങ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ അഭയകേന്ദ്രത്തിലെ അച്ഛനമ്മമാരുടെ, അത് എടുത്ത് പറയത്തക്കതാണ്. അത്രയും അച്ഛനമ്മമാരുടെ ബ്ലെസ്സിങ് ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ. അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് എത്രമാത്രം ഉണ്ടാകുമെന്നറിയാമല്ലോ. കലാകാര ദൈവം എന്താ പറയുക, നേരിട്ട് വരദാനങ്ങളും അനുഗ്രഹവും ഒക്കെ കൊടുത്തവരല്ലേ. പല രീതിയിലുള്ള വരദാനങ്ങളല്ലേ കലാകാർക്ക് കിട്ടുന്നത്. ഒരാൾക്ക് പാട്ട് പാടാനാണെങ്കിൽ, ഒരാൾക്ക് പാട്ട് എഴുതാനായിരിക്കും, ചിലർക്ക് അഭിനയിക്കാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, പിന്നെ ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് ആസ്വദിക്കാനായിരിക്കും, ചിലർക്ക് കായിക രംഗത്തായിരിക്കും. അങ്ങനെ ഒരുപാട് പേരവിടെ പങ്കെടുത്തു. ഡയറക്ടർമാരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു, കവികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ് എല്ലാം കൂടെ ചേർന്ന് കിട്ടിയതാണ് എനിക്ക് ഈ സ്നേഹാദരവ്. എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഒക്ടോബർ 26 ഈ നിറവ് 2025 എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവിടുത്തെ വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നെ അവിടെ ക്ഷണിച്ചു. എൻ്റെ മകനെ കൂടിയായിരുന്നു സൗമ്യ ക്ഷണിച്ചത്. പക്ഷെ അവന് പനിയായിരുന്നു. അത് തന്നെയല്ല, അഭയകേന്ദ്രത്തിലെ അച്ഛനമ്മമാരെ പറ്റി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പം ഒരു വൃദ്ധസദനത്തിൻ്റെ അവസ്ഥ നമ്മളുടെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ എൻ്റെ മകനൊരു സെൻറ്റിയുടെ ആൾ, അവനതൊക്കെ കാണുന്നത് സങ്കടമാണ്. ഞാനും സെൻറ്റിക്ക് ഒട്ടും പുറകിലില്ല, എനിക്കും പോകാൻ മടിയായിരുന്നു. പിന്നെ സൗമ്യ വിളിച്ച്, എനിക്ക് സൗമ്യ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്കായിരുന്നു അവളുടെ അമ്മ മരിച്ചു പോയത്. അപ്പോൾ എനിക്ക് പോകാനോ കഴിഞ്ഞില്ല. ഇങ്ങനെയെങ്കിലും പോയി അവളെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചും കൂടിയാണ് ഞാൻ സത്യത്തിൽ പോയത്. അവിടെ ചെന്ന് അവിടുത്തെ സിറ്റുവേഷനും അന്തരീക്ഷമൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, എൻ്റെ അമ്മ, അവിടുത്തെ അച്ഛനമ്മമാരൊക്കെ നല്ല ഹാപ്പിയാണ്. അവരുടെ ഫേസ് കാണുമ്പോഴറിയാം അവരെത്ര സന്തോഷത്തിലാണ് അവിടെ കഴിയുന്നതെന്ന്. ഒറ്റപ്പെട്ടൊരു വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കഴിയുന്നതിലും ഭേദം അവരെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ ഒരുപോലെ ഫുഡ് കഴിക്കുന്നു, ഒരേ ഡ്രസ്സ് ഇടുന്നു, ഒരുപോലെ അടിച്ചു പൊളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അവരെല്ലാം താരങ്ങളാണ് കേട്ടോ, ചില്ലറ താരങ്ങളൊന്നുമല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തകർത്ത് അഭിനയിക്കുന്നവരുണ്ടായിരുന്നു, ഫ്ലവേഴ്സ് ചാനലിലൊക്കെ പോയവരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹാദരവ് നമ്മൾ അങ്ങോട്ടായിരുന്നു കൊടുക്കേണ്ടത്. അവരെല്ലാം ഒരു വൻ താരനിരയായിരുന്നു അവിടെ ഉള്ളത്. സോ ഹാപ്പി ആയിരുന്നു. നല്ലൊരു അന്തരീക്ഷവും അറ്റ്മോസ്ഫിയറും ആയിരുന്നു എനിക്കവിടെ ഫീൽ ചെയ്തത്. ഞാൻ പോകാൻ നേരം എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അമ്മ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെന്ന്. സത്യം പറഞ്ഞാൽ ഒരു അഡ്മിഷൻ എടുത്താലോ എന്നെനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല ഒരു സാഹചര്യം എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. എല്ലാവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. നല്ല സന്തോഷ നിമിഷങ്ങളായിരുന്നു. തിരിച്ച് പോരാൻ നേരം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്നത് ഞാൻ എറണാകുളത്തുനിന്ന് ട്രെയിൻ കയറി കോട്ടയത്ത് ഇറങ്ങിയപ്പം പല ഡിസ്ട്രിക്റ്റിലുള്ള കലാകാരും അവിടെ അങ്ങോട്ട് പോകാനായിട്ടുണ്ടായിരുന്നു. അഭയ മന്ദിരത്തിൽ നിന്ന്, സ്നേഹക്കൂട്ടിൽ നിന്നൊരു വണ്ടി വന്നു, ഞങ്ങളെ കൊണ്ടുപോയി. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ അവർ കൊണ്ടുവിട്ട്. അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു, അത്രയ്ക്ക് സംരക്ഷണമായിരുന്നു. അപ്പോൾ അവിടെയുള്ള അച്ഛനമ്മമാർ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം അത്രമാത്രം സന്തോഷത്തിലാണ് അവരെല്ലാം അവിടെ കഴിയുന്നത്.
പിന്നെ പറയത്തക്ക രീതിയിലെന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു പ്രോഗ്രാം അച്ഛനമ്മമാർ സംഘടിപ്പിച്ച് നടത്തിയിരുന്നു. നല്ല ഡാൻസായിരുന്നു. അതിലൊരമ്മ സെറ്റ് സാരിയൊക്കെ എടുത്ത് എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് തോന്നിയത്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നും കാലുവേദനയാണ് പാവം. ഈ അമ്മ ഒരു ഡാൻസ് കളിച്ചു, ഒരു രക്ഷയില്ല കേട്ടോ. ഏത് ഡാൻസാന്ന് പറഞ്ഞാൽ കമലദളത്തിൽ ലാലേട്ടൻ കളിച്ച ഒരു സോങ്ങുണ്ട്, ഒരു പാട്ടുണ്ട്, സുമുഹൂർത്തമാ സ്വസ്തേ സ്വസ്തേ. ഓർമ്മയുണ്ടോ ആ പാട്ട്? ഇല്ലെങ്കിൽ രണ്ടുപേരും പറയാം. ത്രയംബകം വില്ലൊടിഞ്ഞു മംഗളദുന്ദുഭി നാദവുമായി മിഥുലപുരിയിലെ രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാരി. സത്യം പറയാമല്ലോ, ആ അമ്മ ഒരു കോസല രാജകുമാരി തന്നെയായിരുന്നു. അടിപൊളി ഡാൻസായിരുന്നു. അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം ഒരുപാട് നാൾ അമ്മ ദീർഘായുസ്സോടുകൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവിടുത്തെ വേറെ അമ്മമാർ ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചു. എന്നാ രസമായിരുന്നു. ഒരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നെ ഒരു അച്ഛൻ കൃഷ്ണൻ്റെ വേഷത്തിൽ വന്നൊരു കള്ളക്കണ്ണൻ, തോഴിമാരൊക്കെ ചട്ടയിട്ട്. ഏതാ പാട്ടെന്ന് കേൾക്കണ്ടേ? അടിപൊളി ഡാൻസായിരുന്നു, ഒരു രക്ഷയുമില്ല. എല്ലാവരും ഹൈ പിച്ചിലുള്ള ഹൈ റേഞ്ചിലുള്ള പാട്ടിലൊക്കെ ഏർപ്പിടിച്ചത് കേട്ടോ. രാരവേണു ഗോപാല രാജിത സൽഗുണ ജയദേവ എന്നിട്ട് ഈ കൃഷ്ണനെ തോഴിമാരെ അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പം നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ അമ്മച്ചിമാരുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒന്നുമല്ല, ഒരു 3-4 പാട്ടുകൾ കോർത്തിണക്കി മാല പോലെ കോർത്തിണക്കിയിട്ട് ഒറ്റപ്പാട്ടാക്കി ഡാൻസ് കളിക്കുന്നത്. നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. എൻ്റെ ദൈവമേ, എന്താ എനർജിയാണ് അവർക്കൊക്കെ. ദൈവമേ, ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഒരുപാട് കാലം അവരൊക്കെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ആ ഡാൻസ് കണ്ടിട്ട് വിളിച്ചിരുന്നു. വായ്പൂടി ഈച്ച കയറി പോയോ ഒന്നും തന്നെ എനിക്കറിയില്ല. കാരണം അത്രമാത്രം ഞാൻ വണ്ടറടിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ ആദ്യത്തെ ഡാൻസ് പാട്ട് ഇതായിരുന്നു, മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. എന്ന പോളി സ്റ്റെപ്പുകളായിരുന്നെന്നറിയാമോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ ജയറാം അഭിനയിച്ച ഒരു പാട്ടുണ്ടായിരുന്നു, 14 രാവിൻ്റെ പിറ പോലെ വന്നല്ലോ. ആ ഒരു പാട്ട് ഓർമ്മയുണ്ടല്ലോ. അത് എങ്ങനെ ഇരിക്കും അവരൊക്കെ അത് ഡാൻസ് കളിച്ചാൽ. അടിപൊളിയായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ ലാസ്റ്റ് റഹ്മാനും ശോഭനയും കൂടെ പണ്ട് ഭയങ്കര ഹിറ്റായൊരു പാട്ടുണ്ടായിരുന്നു. പണ്ടുള്ള ആൾക്കാർക്ക് അറിയാം ആ പാട്ടിൻ്റെ റേഞ്ച് എത്ര ആണെന്ന്. ആ ഡാൻസായിരുന്നു അവർ കളിച്ചത്. അത് ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ പണ്ടു ഞാൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, പൊളിച്ചാട്ടി തകർത്ത് വാരിത്തിമിർത്തു. എനിക്കൊരുപാട് ഇഷ്ടമായി. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ഒക്ടോബർ 26, 2025 ഞായറാഴ്ച. ഞാൻ ഹാപ്പിയാണ്, അവിടെ വന്നവരെല്ലാം ഹാപ്പിയാണ്, അവിടെ ഉള്ളവരും ഹാപ്പിയായിരുന്നു. എനിക്ക് തിരിച്ച് പോരാൻ നേരം നല്ല വിഷമം തോന്നി. എൻ്റെ മകൻ പറഞ്ഞതുപോലെ എനിക്കൊരു അഡ്മിഷൻ ഇട്ടാലോ എന്ന് വരെ ഒരു ഫീല് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. സോ ഹാപ്പി. അഭയമന്ദിരത്തിലുള്ള എല്ലാവർക്കും, അതിൻ്റെ സംഘാടകർക്കും, ഈ പ്രോഗ്രാം ഒരുക്കിയ സംഘാടകർക്കും, അവിടെ വന്ന വിശിഷ്ടാതിഥികൾക്കും, പ്രിയപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും, ബഹുമാനപ്പെട്ട അവിടുത്തെ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അമ്മക്കിളി, എൻ്റെ പേര് കലാപ്രഭ. അപ്പോൾ അമ്മക്കിളിക്ക് കിട്ടിയ സ്നേഹ ആദരവാണിത്. കണ്ടല്ലോ. അപ്പോൾ ഓക്കേ, ബൈ. പിന്നെ ആരാട്ടാ.